നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അതിവിശേഷപ്പെട്ട അതിബൃഹത്തായ ഒരു ശാസ്ത്രശാഖയാണ് ഇന്ന്. അതിലെ ഒരു ചെറിയ വിഷയമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സരടി എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമോ? സരടി എന്നാൽ നമ്മുടെ പല്ലിയാണ്. നമ്മളുടെ ഗൃഹത്തിലൊക്കെ വസിക്കുന്ന പല്ലി ദേഹത്ത് വീണ് കഴിഞ്ഞാൽ എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകുമെന്ന് മുൻപ് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിബൃഹത്തായ ഒരു ശാസ്ത്രമാണ്. പലരും ഇപ്പോഴും ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് പല്ലി ദേഹത്ത് വീണാലുള്ള ഫലങ്ങളെക്കുറിച്ച് സംശയകരമായി ചോദിക്കാറുണ്ട്. അതിബൃഹത്താണ്, പറഞ്ഞാലും തീരാത്തത്ര വിഷയങ്ങൾ പല്ലി പതനത്തിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ നിരവധി ഗ്രന്ഥങ്ങൾ നമ്മളുടെ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. സരടി ശാന്തി, സരടി പതനം തുടങ്ങി ഗ്രന്ഥങ്ങളിൽ വലിയ വലിയ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല്ലി ദേഹത്ത് വീണു കഴിഞ്ഞാൽ അത് പോകുന്ന ശിരസിലേക്കാണോ താഴേക്കാണോ ഇറങ്ങുന്നത്, പല്ലിയുടെ ചലനത്തെ ആസ്പദമാക്കിയുള്ള ഫലങ്ങൾ, കൂടാതെ ആഴ്ച, നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം തുടങ്ങി ഓരോ പഞ്ചാംഗങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ടും പല്ലി പതിച്ചാലുള്ള ഫലങ്ങൾ, കിഴക്ക് ദിക്കിൽ പല്ലിയെ കണ്ടാൽ അല്ലെങ്കിൽ അങ്ങനെ ദിക്കുകൾക്കനുസരിച്ച് ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വിശദമായി നമ്മളുടെ ആചാര്യന്മാർ ലേഖനം ചെയ്ത് ഗ്രന്ഥങ്ങളാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. സംസ്കൃതത്തിലും മലയാള ഭാഷാ ശ്ലോകത്തിലുമൊക്കെ ഇത്തരത്തിൽ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഏതാനും വീഡിയോകൾ കൂടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് പല്ലി പതിച്ചാൽ സരടി പതനം, അതിൽ നക്ഷത്രങ്ങള്, ഓരോ നക്ഷത്രങ്ങളെ കുറിച്ചും ഓരോ നക്ഷത്രങ്ങളിലും പല്ലി നമ്മളുടെ ശരീരത്തിൽ പതിച്ചാലുള്ള ഫലത്തെയാണ് പറയുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. പല്ലി പതിച്ചാൽ ദോഷം പറഞ്ഞിട്ടുള്ളവർ എന്താണ് പരിഹാരം ചെയ്യേണ്ടത് എന്ന് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് വെറുതെ അവഗണിക്കേണ്ട, ചുമ്മാതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ശാസ്ത്രമല്ല. വളരെ ആലോചിച്ച് ഇങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ നമ്മളുടെ ആചാര്യന്മാർക്ക് എന്ത് തരത്തിലുള്ള അറിവുകൾ ഉണ്ടായിരുന്നു, അവര് ഈ ജീവജാലങ്ങളെയൊക്കെ നിരീക്ഷിച്ചിട്ട് തന്നെയാണ് ഇത് എഴുതിയതെന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വാസമില്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. ഇത് മറ്റുള്ളവർക്ക് ഈ അറിവ് ലഭിക്കുന്നതിനായി ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സരടി പതനം, പല്ലി പതനം എന്ന ഗ്രന്ഥത്തിൽ പതന നിർണയം എന്ന വിഭാഗത്തിൽ നക്ഷത്രഫലം എന്നുള്ള ഭാഗത്തെ ശ്ലോകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആധികാരികമായി തന്നെ ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ സംഭവങ്ങൾ പോലും വലിയ വലിയ സൂചനകൾ നൽകുന്നതാണ്. അത് ദൈവം നമുക്കായി നൽകുന്ന സൂചനകളാണ്. അത് മനസ്സിലാക്കി നാം പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ആ സൂചനകളെ നമ്മൾക്ക് ഗുണകരമാക്കി തീർക്കാനായിട്ട് പറ്റും. അതല്ലാത്ത പക്ഷം ദോഷങ്ങൾ ഒഴിവാക്കാനെങ്കിലും സാധിക്കും. അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ആ സൂചനകൾ മനസ്സിലാക്കാൻ നമുക്ക് നൽകിയ ഒരു ശാസ്ത്രമാണ് സരടി പതനം. ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഏത് നക്ഷത്രത്തിൽ പല്ലി പതിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. നക്ഷത്രപ്രകാരം പല്ലി പതന ഫലം, സരടി പതന ഫലം നമുക്ക് പറയാം. അശ്വിന്യാം ആയുരാരോഗ്യം, ഭരണ്യാം രോഗമേവ ച, കൃത്രിയാ ധനഹാനി സ്യാദ്, ബ്രാഹ്മേ ചന്ദ്രേ ച സമ്പദഃ എന്നാണ്. അതായത് അശ്വിനി നക്ഷത്രത്തിൽ പല്ലി പതിച്ചാൽ ആയുസ്സും ആരോഗ്യം ലഭിക്കും എന്നാണ്. ഭരണിയിലാണ്, ഭരണി നക്ഷത്ര ദിവസമാണ് പല്ലി പതിക്കുന്നതെങ്കിൽ രോഗസൂചനയാണ്. കാർത്തികയിലാണെങ്കിൽ ധനനഷ്ടമാണ്. രോഹിണി, മകയിരം എന്നീ നക്ഷത്രങ്ങളിലാണെങ്കിൽ സമ്പത്ത് ലഭിക്കുമെന്നാണ്. ആരംഭത്തിലുള്ള ഈ നക്ഷത്രങ്ങൾ പോലും ഉയർച്ചയും താഴ്ചയും സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈ അവസരത്തിൽ പ്രസ്താവ്യമാണ്. ആർദ്രായാം ച ഭവേൻ മൃത്യുർ, ധനലാഭ പുനർവസു, പുഷ്യേ ചൈവേത് ഭവേത് ലാഭഃ, സാർപ്പേജ മരണം ധ്രുവം. അതായത് തിരുവാതിര നക്ഷത്രത്തിലാണെങ്കിൽ മരണഭയം ഉണ്ടാകുകയും, പുണർദ നക്ഷത്രത്തിൽ ധനലാഭം ഉണ്ടാകുകയും, പൂയ നക്ഷത്രത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും, ആയില്യ നക്ഷത്രത്തിൽ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഗ്രന്ഥത്തിൽ, ഈ ശ്ലോകത്തിൽ ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ചില നക്ഷത്രങ്ങൾ നമ്മെ ജാഗ്രത ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ജാഗ്രതയാണ് അതിന്റെ പരിഹാരമൊക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം. മഖ ക്ഷേമകരി പ്രോക്ത, പൂർവായാം രോഗസമ്പദഃ, ഉത്തരാദി ചതുഷ്കേതു, ശുഭം ഭവതി നിശ്ചയം എന്നാണ്. അതായത് മകത്തിലാണെങ്കിൽ ക്ഷേമവും, പൂരം ദിവസമാണെങ്കിൽ രോഗവും സമ്പത്തും ലഭിക്കുമെന്നാണ്.
ഉത്രം, അത്തം, ചിത്തിര, ചോതി എന്നീ നക്ഷത്രങ്ങളിലാണ് പല്ലി പതിക്കുന്നതെങ്കിൽ അത് ശുഭഫലത്തെ നൽകുന്നു. ഇവിടെ നാം ഒരു നക്ഷത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ, അതായത് പൂരം നക്ഷത്രം രോഗവും സമ്പത്തും ഒരുപോലെ നൽകുന്നു. ചില നക്ഷത്ര ദിവസത്തിലാണ് പല്ലി പതിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ സമതുലിതമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നു എന്ന് സാരം. വിശാഖാം ധനനാശായ മൈത്രീയ രാജ്യം വിനിർദിശേത് ജ്യേഷ്ഠായ നിധനം പ്രോക്തം മൂലേ ചൈവ സുഖാഗമഃ. വിശാഖത്തിലാണെങ്കിൽ ധനനഷ്ടവും, അനിഴത്തിലാണെങ്കിൽ രാജയോഗവും സ്ഥാനലാഭവും, തൃക്കേട്ടയിലാണെങ്കിൽ മരണഭയവും, മൂലത്തിലാണെങ്കിൽ സുഖവും ലഭിക്കുമെന്നാണ്. ഇവിടെ പ്രസ്താവ്യമായിട്ടുള്ളത് ഒരു നക്ഷത്രത്തിൽ നഷ്ടം നൽകുമ്പോൾ മറ്റു നക്ഷത്രത്തിൽ ഉയർച്ച നൽകുന്നു. പൂർവാഷാഢ മൃത്യുവീസാദ് ഉത്തരോ ക്ഷേമകാരിണി ശ്രവണേ രാജ്യസംപ്രാപ്തിർ ധനിഷ്ഠായാം ധനക്ഷയ. അതായത് പൂരാടത്തിലാണെങ്കിൽ മരണഭയവും, ഉത്രാടത്തിലാണെങ്കിൽ ക്ഷേമവും, തിരുവോണത്തിലാണെങ്കിൽ ഉയർച്ച അഥവാ രാജയോഗവും, അവിട്ടത്തിലാണെങ്കിൽ ധനനഷ്ടവുമാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതായത് ജീവിതത്തിലെ ഉയർച്ചയും ഇടിവും ഒരുപോലെ പ്രതിപാദിക്കുന്നു എന്നർത്ഥം. ഉയർച്ചയും പതനവും ഒക്കെ ജീവിതത്തിലെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്നർത്ഥം. ശതതാരാസു ച സുഖം പൂർവഭാദ്രപദ ശുഭാഹ ശുഭോ ഉത്തരഭാദ്രപദാഹ രേവത്യാം രാജ്യദായിനി. അതായത് ചതയം സുഖം നൽകുമ്പോൾ പൂരിട്ടാതി ശുഭവും നൽകുന്നു, ഉത്രട്ടാതിയാകട്ടെ ഏറ്റവും ശുഭം നൽകുന്നു, രേവതി രാജയോഗവും ഉയർച്ചയും നൽകുന്നു. അതായത് അവസാന നക്ഷത്രങ്ങൾ ജീവിതത്തിൽ മികച്ച വിജയം, ഉയർച്ചയെ നൽകുന്നു എന്നർത്ഥം. ഇവയെല്ലാം വിശ്വാസപരമായിട്ടുള്ള ശകുനശാസ്ത്ര ഫലങ്ങളാണ്. ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ പാരമ്പര്യ അറിവിനെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ചെയ്തത്. അത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വിശ്വാസമില്ലാത്തവർക്ക് ഒഴിവാകാം, വിശ്വസിക്കാതിരിക്കാം. വിശ്വാസമുള്ളവർക്ക് ദോഷ ദിവസങ്ങളിലാണ് പല്ലി പതിക്കുന്നതെങ്കിൽ അതിന് ദൈവത്തിന്റെ സൂചനയായി കണ്ട് പരിഹാരം ചെയ്യാം. ഇത്തരത്തിലുള്ള ആത്മീയവും രഹസ്യപരവുമായിട്ടുള്ള അറിവുകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം, ശുഭദിനം.